സോറി, 2 ദിവസം പുറത്തുനിന്ന് കഴിക്കണം. നല്ല സുഖമില്ല, വയറുവേദന. എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി. സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന സമയം ശല്യപ്പെടുത്തരുത്. നോക്കിയും കണ്ടും നിന്നോളണം. ആത്മാർത്ഥമായിട്ട് നടത്തിയ പരിശ്രമമാണ്, മുഴുവൻ കഴിക്കണം. പണ്ട് ലേബർ ക്യാമ്പിൽ നടത്തിയ പരീക്ഷണങ്ങളാ, ടച്ച് വിട്ടുപോയി. അത് തരുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും കാണും. നമ്മുടെ അടുത്തേക്ക് വന്ന് നീയാണ് എൻ്റെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്ന് പറയുന്ന ഒരാൾ കാണും. പക്ഷേ നോക്കണ്ടേ, അടുത്തുള്ളത് ആരാണ് എന്ന് കണ്ടുപിടിക്കണ്ടേ? ലോകം മുഴുവൻ നിറയുന്ന ഈ പ്രണയം ആരാണെന്ന് അറിയണ്ടേ? അത് നോക്കാതിരുന്ന എങ്ങനെ അറിയാനാ? പിന്നെ നമ്മൾ ജനറേറ്റർ റൂമിന്റെ ചാവി. കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ കറങ്ങി നടക്കരുത്, ഓണാക്കിയേക്കണം. ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് വരാം. അല്ല, അതിന് ജങ്കാറ സമയം കഴിഞ്ഞില്ലേ? അത് കുഴപ്പമില്ല, ഞാൻ റോഡ് വഴി പോക്കണം. അയ്യോ, 10-25 കിലോമീറ്റർ അപ്പുറം കറങ്ങി അടിച്ചു പോകാനോ? അതിന് മാത്രം തന്നെ അത്യാവശ്യം. അതെ, ബ്രോയിന് സ്വപ്നം കണ്ടു. വല്ലാത്തൊരു കരച്ചിലാ, വിശന്നിട്ടാന്ന് തോന്നണേ. ആണോ? ലവ് ബീഡ്സ് കേട്ടാ എല്ലാരും പെണ്ണുങ്ങളെ സ്വപ്നം കാണും. ഇങ്ങനെ പട്ടീന്റെ സ്വപ്നം കേട്ടേക്കുന്നു. പോക്കം കഴിഞ്ഞ നിന്നെ പാരങ്ങട് പിടിച്ച് അങ്ങോട്ട് പോടാ. ഒച്ചിട്ടേ നീ കേറി പോയേ പകലുണ്ടാക്കാതെ സ്നേഹപ്രകടനം നിന്നെ ചേർത്ത് എഴുന്നേറ്റു. ഇതെവിടെയാണ്? എന്തിനാണ് ആൾക്കാർ അലർന്നത്? എന്താ ചേർത്തി, എന്തോ നടന്ന പോലെ തോന്നണു? തോന്നലല്ല, നടന്നു. റോഡ് സൈഡ് അല്ലേ, ഇതൊന്നും കാര്യാക്കണ്ടെന്ന് വീട്. എന്ത്? അല്ല, എന്തോന്ന് നടന്ന കാര്യം പറഞ്ഞു. ആര്? ആരോ? അപ്പൊ തന്നെ ഞാൻ സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞു. ഞാൻ SI ആയിരുന്ന സ്റ്റേഷനാ. കളി മാറും. എന്നെ വിളിച്ച പോരായിരുന്നു, ഇതിനൊക്കെ എന്തിനാ പോലീസിനെ വിളിക്കുന്നേ? തീക്കട്ടി ഉറുമ്പരിക്കുന്നു, കാണണല്ലോ. അവൻ ഇനി ഇതിനകത്തെങ്ങാനും വന്നാ തീർന്നു. അതാണ്. പരിശ്രമം ഗംഭീരായിരിക്കുന്നു. കറി നന്നായിട്ടുണ്ട്, മുഴുവനും കഴിച്ചു. എന്താ അതിന്റെ പേര്? അസ്ത്രം. അസ്ത്രം കൊള്ളാലോ. ഞങ്ങൾ ഓണാട്ടുകാരക്കാരുടെ കറിയാണ്, കഞ്ഞിയും അസ്ത്രവും. അതാ കോമ്പിനേഷൻ.
ഏതായാലും അസ്ത്രം ഏറ്റുട്ടോ. ഏക്കണമല്ലോ. അതെ, അസ്ത്രത്തിന്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വിളിച്ചാ മതി. ഇതാണ് എന്റെ നമ്പർ. ഈ കുടിവെള്ളക്കാർ പുതിയതാണേ. മുഴുവൻ വെള്ളം ഒഴിച്ചോണ്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി കേട്ടോ. അല്ല, അപ്പൊ ഈ പുത്തമ്പരക്കാരെ മാറ്റിയോ? ഓ, അവന്മാര് ശരിയാവത്തില്ലെന്നേ. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞാൽ ഇനി വേണ്ടാന്ന്. അവന്മാരുടെ വെള്ളവും കുഴപ്പമായിരുന്നു. ചേട്ടത്തിയുടെ മെസ്സേജാ. എന്ത് വള്ളിക്കെട്ടാണാവോ? അസ്ത്രത്തിന്റെ റെസിപ്പി വേണ്ട കേട്ടോ. അത് നിങ്ങൾക്കറിയാലോ. പാട്ടിഷ്ടായോ? അത് പറ. ആ, ഇഷ്ടപ്പെട്ടേ ഒക്കൂ. ഇതിലും നന്നായി പാടാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഫോൺ ഉപയോഗിക്കാറില്ല. അതാ ചേട്ടത്തിയുടെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചത്. പേടിക്കണ്ട, അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു കേട്ടോ. നമുക്കിതുപോലെ കുറിപ്പിലൂടെ മിണ്ടാം. അറിയാം പോരെ? ഇല്ലെങ്കിലേ ആവശ്യങ്ങൾ കൂടും, ആഗ്രഹങ്ങളും. മതി, കുറിപ്പ് മതി. Hey, are you dreaming? Yes. Dreaming. Nice. Nice. Who are you? Where is she? Who? ഇവിടെ ഒരാൾ കൂടി ഉണ്ടല്ലോ. അവര് ജോലിക്ക് പോയിരിക്കുക. നമ്മളാരാന്നേ? പ്രിൻസ്. പ്രിൻസാ? ഏത് പ്രിൻസ്? കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും. കാണാം.